നിങ്ങൾ വരുന്നതൊക്കെ കൊള്ളാം. ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടോണം, ഇറങ്ങി പോകാൻ നോക്കില്ല, നല്ല റിസ്കിയാണ്. ഗായ്സ്, ഈ വെള്ളച്ചാട്ടം കണ്ടോ, ഈ ഒരു പൂവൊക്കെ കണ്ടോ, എൻ്റെ മോനെ വിഷയം ഒന്ന്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിതൊരു റൈഡ് പോവുകയാണ്, ഒരു ലോങ് റൈഡ്. പോകുന്നതോ നെടുങ്കണ്ടത്തേക്ക്. നെടുങ്കണ്ടം എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ളൊരു സ്ഥലമാണ്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഇത് സ്പെഷ്യലായിട്ടുണ്ട്. ശരണ്യയുടെ വീടും അവിടെയാണ്. ഞങ്ങൾ മിക്കപ്പോഴും കാറിനാണ് പോകുന്നത്, പക്ഷേ ഇന്നൊരു ദിവസം ബൈക്കിന് പോയേക്കാം എന്ന് വിചാരിച്ചു. കാരണം ബൈക്കിന് പോകുന്നൊരു എക്സ്പീരിയൻസ് അത് സൂപ്പറാണ്. കാരണം ഏറ്റവും നല്ല റോഡാണ് ആ റൂട്ടുള്ളത്. അതുമാത്രമല്ല, ഇടുക്കിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള KK റോഡിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളുണ്ട്. ഇപ്പോൾ പൊൻകുന്നം ടൗണിലാണ് നമ്മളുള്ളത്. സമയം ഒരു 5:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പും കോടയും എല്ലാം ഉണ്ട്. ചെറിയൊരു മൂടിയ കാലാവസ്ഥയായിരുന്നു, എന്നാലും സൂര്യൻ കിഴക്കൻ ഉദിച്ചു വരുന്നുണ്ട്. നമ്മളൊരു 5:45 തന്നെ കാഞ്ഞിരപ്പള്ളി വന്നിരുന്നു. കാഞ്ഞിരപ്പള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ്. മലനിരകൾ, അതും വെസ്റ്റേൺ ഘാട്ടിൻ്റെ മലനിരകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ നേരെ കാണുന്നത് ഈരാറ്റുപേട്ട പാലാ ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാഗമണ്ണിൻ്റെ ഒരു സൈഡാണ്. സൂര്യൻ കിഴക്കുദിക്കുന്ന പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മനസ്സിലായൊരു ദിവസമായിരുന്നു ഇത്. സൂര്യൻ ഉദിച്ചു വരെ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം. അവിടെയാണല്ലോ കിഴക്ക്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ സൂര്യൻ്റെ ആ പ്രകാശകിരണങ്ങൾ നന്നായിട്ട് കാണാം. പക്ഷേ ചെറിയൊരു മഴക്കാറുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. റൈഡ് പോകുമ്പോൾ ഞാൻ എപ്പോഴും സേഫ്റ്റി ചെക്ക് ചെയ്യും. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്, അതുപോലെ എയർ, നമ്മുടെ ക്ലച്ച്, ബ്രേക്ക് കേബിള്, ആക്സിലേറ്റർ കേബിൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് പമ്പിൽ കയറി ടയറിൻ്റെ എയർ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ എയർ ചെക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എയർ ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് എയർ കുറവാണെങ്കിൽ ഇതുപോലത്തെ മഴ സമയത്ത് ടയർ കാറ്റൊട്ടും ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി സ്കിഡാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ടയറിൻ്റെ എയർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഈ ഒരു സൗകര്യം എല്ലാ പമ്പിലും ഉണ്ട് കേട്ടോ. ഇത് പമ്പുകാർ നമുക്ക് നിർബന്ധമായിട്ട് നൽകേണ്ട ഒരു സേവനമാണ്. നമ്മൾ മുണ്ടക്കയം വന്നിട്ടുണ്ട്. മുണ്ടക്കയം വന്നപ്പോഴേക്കും നമ്മൾ ഇടയ്ക്കൊന്ന് എയർ ചെക്ക് ചെയ്യും. നമ്മളപ്പം ട്രിപ്പൊക്കെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി ടയറിന് എയർ ഉണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു 70-80 കിലോമീറ്റർ ആകുമ്പോൾ എയർ ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ നമ്മളറിയത്തില്ല, പഞ്ചറൊക്കെ ട്യൂബ്ലെസ് ആണ്, നമ്മൾ പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ. അവൻ്റെ ഇടയ്ക്കൊന്ന് ടയർ ചെക്കണം. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ ടയർ ചെക്ക് ചെയ്തു. അപ്പോൾ എയർ കുറവായിരുന്നു, അപ്പോൾ അത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയത്ത് വഴിയോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തുള്ള വന്നിരുന്നത്. നമ്മളിപ്പോൾ യാത്ര കണ്ടിന്യൂ ആണ്. നിങ്ങൾ ഈ കാണുന്നതാണ് മുണ്ടക്കയം ടൗൺ. മുണ്ടക്കയം ടൗണിലോട്ട് കയറുന്നൊരു ഭാഗമാട്ടോ ഇത്. ഇവിടെ നിന്നിട്ടാണ് മുണ്ടക്കയം ടൗൺ തുടങ്ങുന്നത്. പിന്നെ മുണ്ടക്കയത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ ഇടുക്കിയുടെ ഒരു കവാടം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടം കൊണ്ട് നമ്മുടെ കോട്ടയം ജില്ല തീരുകയും അതുപോലെ തന്നെ ഇടുക്കി ജില്ല തുടങ്ങുകയും ചെയ്യുന്നത് മുണ്ടക്കയത്താണ്.
കയറി കഴിഞ്ഞാൽ ഇടുക്കി ജില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കൂട്ടിക്കൽ നമ്മുടെ വലിയ ഉരുളുപൊട്ടി ഒത്തിരി പേര് മരിച്ചത് അത് ഈ ഒരു ഭാഗത്തുണ്ട്. ആ പുഴ നമ്മുടെ ഒഴുകി ഈ മുണ്ടക്കയുടെ പുഴയാണ്. പിന്നെ മണിമലയാറിനോട് ചേർന്ന് മണിമലയാറായിട്ടും പിന്നെ പമ്പയായിട്ടും മാറുന്നത്. ഇടുക്കിയിലെ ഏറ്റവും പുതിയൊരു വ്യൂ പോയിന്റ് കേട്ടോ ഇത്. അതിനൊരു കാരണം, നേരത്തെ ഇവിടെ മൊത്തം റബ്ബറായിരുന്നു. റബ്ബറായതുകൊണ്ട് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞപ്പോഴേക്കും നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇത് ബോയ്സ് എസ്റ്റേറ്റ് കേട്ടോ. നമ്മുടെ മുണ്ടക്കയം ശരിക്കും ഇത് വരുന്നത് പാലൂർക്കാവ് ഭാഗം കേട്ടോ. ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ പാലൂർക്കാവ് ഭാഗമാണ് കാണുന്നത്. താഴെ നമ്മളെ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. നമ്മുടെ പാഞ്ചാലിമേടിൻ്റെ താഴോട്ട് ഇറങ്ങി വരുന്ന ഭാഗം കേട്ടോ അത്. ഈ ഒരു താഴെ കാണുന്ന റോഡുണ്ട്. ആ റോഡുകളിൽ പോകുമ്പോഴേക്കാണ് നമ്മുടെ പ്രശസ്തമായ പാലൂർക്കാവിലെ തെക്കേമല ദേവീക്ഷേത്രം. നിങ്ങളീ കാണുന്നതാണ് പെരുവന്താനം മേലോരം വ്യൂ പോയിൻ്റ്. താഴെ കുഴിയിൽ കാണുന്ന ഗ്രാമമാണ് മേലോരം. അതുകൊണ്ടാണ് മേലോരം വ്യൂ പോയിൻ്റ് എന്നതിന് പേര് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്ക സമയത്തും നമുക്ക് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ക്ലൗഡ് ബെഡ് ഇല്ല. പക്ഷേ സാരമില്ല, ഇത്രയും നല്ല വ്യൂ പോയിൻ്റ് പിന്നെ എവിടെ കിട്ടാനാണ്. നേരത്തെ ഇവിടെ മൊത്തം റബ്ബർ മരങ്ങളായിരുന്നു. റബ്ബർ മരങ്ങൾ വെട്ടിയപ്പോഴാണ് ഇങ്ങനെ വ്യൂ തെളിഞ്ഞു വന്നത്. നിങ്ങളങ്ങ് ദൂരെ കാണുന്നതാണ് വാഗമൺ മലനിരകൾ. വാഗമൺ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ക്ലൗഡ് ബെഡ് തന്നെയായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ ഒരു മൂടിയ ഒരു കാലാവസ്ഥയാണ്. പക്ഷേ ഇങ്ങനത്തെ കാലാവസ്ഥയിലാണ് ബൈക്ക് ഓടിക്കാൻ ഏറ്റവും അനുയോജ്യം.
ഗായ്സ് ഈ വെള്ളച്ചാട്ടം കണ്ടോ, ഈ ഒരു പൂവൊക്കെ കണ്ടോ, എൻ്റെ മോനെ വിഷയം ഒന്നും പറയാനില്ല. ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇടുക്കി മാത്രം കിട്ടുന്നൊരു സാധനമാണ്. ആ പൂവൊക്കെ ഉണ്ടോ, വെടിക്കെട്ട് സാധനമല്ല, നല്ലൊരു ഇത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പാഞ്ചാലിമേടിന് തൊട്ട് മുന്നേ നമ്മുടെ പെരുവന്താനം കഴിഞ്ഞ് ഇടയ്ക്കത്തെ ഒരു സ്പോട്ടാണ്. അപ്പം ഇവിടെ വന്ന് ജസ്റ്റ് കുളിക്കണേലൊക്കെ കുളിക്കാം കേട്ടോ. ഞാനിവിടെ വന്ന ഒരു പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബൈക്കിലൊക്കെ വരുമ്പോൾ ഇവിടെ നിർത്തി കുളിക്കുന്നതൊക്കെയാണ്. ഇപ്പോൾ വൈഫിൻ്റെ കൂടെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ നമ്മൾ യൂത്തിൽ കാണിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു പൂവും വ്യൂവും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ ഈ പൊതുവെ ഹൈ റേഞ്ചിൽ റോഡൊക്കെ പണിയുമ്പോൾ ഒത്തിരി പാറയൊക്കെ പൊട്ടിക്കുമെങ്കിൽ ഇവിടെ ഇച്ചിരി കൂടെ പ്രകൃതി ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ പണിതേക്കുന്നത്. കാര്യം പാറയൊന്നും അധികം പൊട്ടിക്കാതെ ആ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ റോഡെല്ലാം പണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനം തൊട്ട് മുണ്ടക്കാൻ എന്നുള്ള റൂട്ടിൽ മണ്ണിടിച്ചിൽ വളരെ കുറവാണ്. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, കുട്ടിക്കാനത്ത് നിന്ന് അങ്ങോട്ട് നല്ല രീതിക്ക് മണ്ണ് മീൻസ് പാറയൊക്കെ പൊട്ടിച്ച് അനധികൃതമായിട്ടാണ് റോഡ് പണിതേക്കുന്നത്. ആ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സ്ഥലം നല്ല സ്പോട്ടല്ലേ, പൂവൊക്കെ കണ്ടോ എൻ്റെ മോനെ. ആ പൂവ് അതെടുക്കാൻ പറ്റുമോയെന്ന് ഭയങ്കര നനയും. പക്ഷേ ഞാൻ വേറെ ഒന്നും ഡ്രസ്സൊന്നും ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ഇതിപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ടേ ഇതുപോലെ. പിന്നെ ഈ റൂട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഓവർടേക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. KK റോഡ് വഴി പോകുമ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കാണാതെ ആരും പോകില്ല. അത്രയ്ക്ക് മനോഹരമാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് ചായ കുടിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പം ഇതുവഴി പോകുന്ന ആരാളും ഈ വാട്ടർഫോൾസ് നിർത്തി കണ്ട് പോവുക. ഐഫോണിൻ്റെ ക്യാമറ ഇതായിരുന്നു. ഇടുക്കിയിലെ വെൽക്കം ചെയ്ത് നമ്മുടെ ഇടുക്കിയുടെ ബ്യൂട്ടിയിലേക്ക് വെൽക്കം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും അടിപൊളി വാട്ടർഫോൾസ് ആണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. ഞാൻ പലതാണ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലും നല്ല കട്ടയ്ക്ക് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്താ പറയുക, നല്ല തെളിഞ്ഞ വെള്ളം. സാധാരണ കലക്കവെള്ളം വരുന്നത്, നല്ല തെളിഞ്ഞ സൂപ്പർ വെള്ളമാണ് ഇവിടെ വരുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല ചില്ല് മൂടാണ്. നമ്മൾ ഉറപ്പായിട്ടും മീൻസ് ഈ ഓഗസ്റ്റ് മാസം അല്ല ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആണെങ്കിൽ ഇടുക്കി വരാൻ പറ്റിയ സ്ഥലമാണ്. ഇതുപോലെ അപാര വാട്ടർഫോൾസും നല്ല ക്ലൈമറ്റും ആയിരിക്കും. പക്ഷെ നിങ്ങൾ ജാക്കറ്റ് ഉറപ്പായിട്ടും ചെയ്യണം. കാരണം ഇത് കണ്ടോ, ഇത് മഞ്ഞല്ല, ഇത് ഈ താഴെ വരുന്ന വെള്ളം ഇങ്ങനെ പൊക്കിയത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ എനിക്ക് എല്ലാവരും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വരുന്നതൊക്കെ ഉള്ള ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടോണം, ഇറങ്ങി പോകാൻ നോക്കില്ല, നല്ല റിസ്കിയാണ്. ഈ വെള്ളമൊക്കെ നല്ല ഫോഴ്സ്ഫുള്ളി വരുന്ന വെള്ളമാണ്. ഈ വെള്ളം കണ്ടാൽ അറിയാം അതിന്റെ ഫോഴ്സ് എത്ര, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ താഴെ ഇവിടെ വരെ ഇറങ്ങാം. നമ്മളിപ്പോൾ ഏറെക്കുറെ 60 കിലോമീറ്റർ കടന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 110 കിലോമീറ്ററും കൂടെ യാത്രയുണ്ട് നെടുങ്കണ്ടത്തിലേക്ക്. നമ്മളിപ്പോൾ പോകുന്ന KK റോഡാണല്ലോ. KK റോഡ് ഫുള്ള് പോകണ്ട. KK റോഡിൻ്റെ പകുതി ആകുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് കട്ടപ്പന റൂട്ടിലോട്ട് നമ്മൾ കയറിപ്പോകും. പിന്നെ നമുക്കറിയാമല്ലോ കുട്ടിക്കാനം എന്ന സ്ഥലം അതൊരു പ്രത്യേക സ്ഥലമാണ്. നമ്മൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ട്. കുട്ടിക്കാനത്ത് ടൗണിലെത്തിയില്ല, പക്ഷേ കുട്ടിക്കാനം നമ്മൾ കയറിയിട്ടുണ്ട്. കുട്ടിക്കാനം കയറുമ്പോൾ തന്നെ ഒരു തണുപ്പും ഒരു മഞ്ഞ് ഒരു കോടയൊക്കെയാണ്. അത് പ്രത്യേക ഒരു എഫക്റ്റാണ് കേട്ടോ, കുട്ടിക്കാനം എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈസിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയില്ല കുട്ടിക്കാനം തണുപ്പെന്ന്. അതെ, കുട്ടിക്കാനം ചെല്ലുമ്പോൾ പെട്ടെന്നൊരു തണുപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാനം വളരെ മനോഹരമാണ്. പിന്നെ ഈ ഒരു ബൈക്ക് റൈഡും പച്ചപ്പും ഹരിതാവൊക്കെ കാണാൻ ഇടുക്കി തന്നെ വരണമെന്ന് പറയത്തില്ലേ, അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായപ്പോൾ. പിന്നെ സൂക്ഷിച്ചു പോവുക, മഴയൊക്കെ ഉള്ള സമയത്ത് റോഡ് നല്ല സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് ഇപ്പം കുട്ടിക്കാനം ടൗണിൽ എത്താറായിട്ടുണ്ട്. കുട്ടിക്കാനം ടൗണിലായിട്ട് കുട്ടിക്കാനം രണ്ടായിട്ടാണ് തിരിയുന്നത്. ഒന്ന് കുട്ടിക്കാനം കട്ടപ്പന റോഡും ഒന്ന് കുമളി റോഡും. കുമളി വഴി പോകണമെങ്കിൽ കമ്പം തേനി വഴി അങ്ങനെ അങ്ങ് പോവാം. നമുക്ക് പോകേണ്ട നെടുങ്കണ്ടമാണ്. അപ്പോൾ നമ്മൾ നെടുങ്കണ്ടത്ത് പോകാൻ വേണ്ടി കട്ടപ്പന റോഡ് എടുത്ത് ഏലപ്പാറ വഴിയാണ് പോകുന്നത്. അപ്പം ആ ഒരു ജംഗ്ഷൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഇത് നമ്മൾ കുട്ടിക്കാനം ടൗണിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനം ടൗണിൽ ഇപ്പോൾ മൊത്തം കോടയാണ്, പക്ഷേ എന്നാൽ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ഒരു ചെറിയൊരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ടായിരിക്കും. ഈ റൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുമളിയും ലെഫ്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കട്ടപ്പനയാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനാണ്, ഈ ഒരു റൗണ്ടാനയാണ് നമ്മുടെ റോഡിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. നല്ലൊരു രസമാട്ടോ ഈ ഒരു റോഡ് വരാൻ വേണ്ടി. ഞങ്ങൾ
ഇടയ്ക്ക് നമുക്കൊരു റൈഡ് മോഡ് കൂടുമ്പോഴേക്കും നമ്മൾ ലെഫ്റ്റ് പോകാതെ റൈറ്റ് പോയിട്ട് കുമ്മളി വഴി പോയിട്ട് കമ്പംമെട്ട് വഴി കയറി നെടുങ്കണ്ടം പോകുന്നൊരു ചെറിയൊരു ഇതും കൂടെ. ഇച്ചിരി കൂടിയ റൈഡ് മോഡാണ്. പക്ഷേ ഇന്ന് നമുക്ക് അമ്മയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് മരിയൻ കോളേജ്. മരിയൻ കോളേജ് നമുക്കറിയാമല്ലോ, മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കുട്ടിക്കാനത്ത് നല്ലൊരു ക്യാമ്പസാണ് മരിയൻ കോളേജിൻ്റെ ക്യാമ്പസ്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് മറ്റൊരു സത്യം. പക്ഷേ എന്നാൽ നല്ലൊരു ക്യാമ്പസാണ് മരിയൻ കോളേജ്. നമ്മൾ ഇടുക്കിയിൽ വരുമ്പോൾ പണ്ട് എല്ലാവർക്കൊരു പരാതി ഉണ്ടായിരുന്നു, റോഡ് കൊള്ളത്തില്ല, സ്ഥലം കൊള്ളത്തില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആ പരാതിയെല്ലാം തീർന്നിരിക്കുകയാണ്. കാരണം ഇടുക്കിയിൽ മലയോര ഹൈവേ ഫുള്ള് ഏറെക്കുറെ ഒരു 80% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചപ്പാത്തിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ള വഴി മാത്രമേ പണിയുള്ളൂ. നിങ്ങൾ ഈ റോഡിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ? ഇത് കേരള സ്റ്റേറ്റ് ഹൈവേ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന്, എനിക്ക് തിരിച്ചിങ്ങോട്ട് ഞാൻ വന്നപ്പോഴേക്ക് എനിക്ക് 4 മണിക്കൂർ എടുക്കുന്ന സമയത്ത് 3.5 മണിക്കൂർ എടുത്തുള്ളൂ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാര്യം നമുക്ക് അരമണിക്കൂർ സേവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ല റോഡാണ്. കാറിലാണെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് നമുക്ക് ചെല്ലാൻ പറ്റും. അത്രയ്ക്ക് നല്ല റോഡും നല്ല ഫിനിഷിങ്ങുമാണ്. അത് മാത്രമല്ല, ഏറ്റവും ഹൈലൈറ്റിന് ഇത്ര നല്ല റോഡുകൾ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന അഡോറബിളായിട്ടുള്ള വ്യൂ ആണ്. അപ്പം നമ്മൾ കുട്ടിക്കാനം എല്ലാം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കാണ് ഇങ്ങനൊരു കുരിശുള്ളത്. ഇതൊരു അത്ഭുത കുരിശെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തുള്ള സമീപവാസികളും പറയുന്നത്. അപ്പോൾ അതിനൊരു കഥയുണ്ട്. ആ കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഇതൊരു എസ്റ്റേറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ആ സമയത്ത് കൊച്ചിയിൽ നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവരെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന റോഡും ഈ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കി. ഇവിടെ പണ്ട് ഭയങ്കര വനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒത്തിരി അപകടങ്ങളും അതുപോലെ തന്നെ ദുർമരണങ്ങളൊക്കെ സംഭവിച്ചപ്പോഴേക്ക് ഇവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ നിന്നൊരു കുരിശ് വെഞ്ചരിച്ച് കൊണ്ട് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ആ കുരിശ് സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളും ഈ ദുർമരണങ്ങളും ഈ അസുഖങ്ങളൊക്കെ മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇവിടെ ഈ കുരിശ് ഇരിക്കുന്നത്. ഈ കുരിശ് ശരിക്കും 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുരിശാണ്. പിന്നെ ഇവിടെ ആൾക്കാർ അവർക്ക് വേണ്ട ആഗ്രഹങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ അവർ എഴുതി ഇങ്ങനെ മാല പോലെ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കാറുള്ള വിശ്വാസമാണ്. അപ്പം ഈ വഴിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഇവിടെ കയറി പൈസ കിട്ടിയിട്ടാണ് പോകുന്നത്. നല്ലൊരു വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. പിന്നെ കുട്ടിക്കാനത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആട്ടോ ഈ ഒരു പള്ളി. ഈ പള്ളിയിലാണ് നമ്മുടെ ജോസഫ് സിനിമയിലെ ക്ലൈമാക്സ്, അതുപോലെ ലൂസിഫർ, അതുപോലെ കുറേ പടങ്ങളുടെ ഷൂട്ടിങ് നടത്തൊരു പള്ളിയാണ്. വളരെ ഫേമസ് ആയിട്ടൊരു പള്ളിയാണ്. കാരണം ഇതിൻ്റെ ഒരു ലൊക്കേഷനും അത് ക്ലൈമറ്റും ഒക്കെയാണ് അതിൻ്റെ കാരണം. ഇതാട്ടോ വാഗമണ് റോഡ് വ്യൂ പോയിൻ്റ്. അതുതന്നെ റോഡിനൊരു വ്യൂ പോയിൻ്റ്, അതുതന്നെ റോഡിൻ്റെ വ്യൂ പോയിൻ്റ്. കാര്യം ഇവിടെ നിന്ന് നമുക്ക് നേരെ കാണുന്ന റോഡുണ്ടല്ലോ, നല്ല രസമാണ് ആ സ്ഥലം. നമ്മളെ വാഗമണ് പോകാനുള്ള സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള റോഡാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ച. ഇടുന്ന് മഞ്ഞ് വന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സാറിന് വെയിലുള്ള സമയമാണെന്നല്ല ഇളം പച്ച നിലത്തിൽ ഈ മലകളൊക്കെ ഒന്ന് തിളങ്ങി നിൽക്കും.
അതൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ നിർത്തുക. ഇപ്പം റോഡ് പണിതിട്ട് അവിടെ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് വണ്ടി നിർത്താനും കാർ നിർത്താനുള്ള സൗകര്യവും ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് ഏരിയയൊക്കെ ഉടനെ തന്നെ ഗവൺമെൻറ് പണിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഇവിടെ നിർത്തുക. ഇതാണ് ഏലപ്പാറ ടൗൺ. എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ടൗണാണ് കേട്ടോ. കാര്യം അപ്പച്ചൻ്റെ അനിയനൊക്കെ ഇവിടെ ഏലപ്പാറ സെറ്റിലാണ്. അവർക്ക് മുകളിൽ സ്ഥലവും വീടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇടുക്കിയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളിവിടെ വരുന്നതാണ്. പിന്നെ ഇടുക്കിയിൽ നിന്ന് ഓർമ്മ വരുമ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ആദ്യം ഓർമ്മ വരുന്ന അപ്പച്ചൻ്റെ കാര്യം. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഇവരുടെ വീട്ടിൽ ബസ്സിന് വരുന്ന അനുഭവമുണ്ട്. നല്ല രസമാണ്. ആദ്യമായിട്ട് ഇടുക്കിയിൽ വരുന്ന ഒരു അനുഭവം എല്ലാം ഈ ഏലപ്പാറയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഏലപ്പാറ നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഈ മൂപ്പൻ ഫാൾസ് ഈ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. കാരണം ഇവിടെ മൊത്തം മരമായിരുന്നു. റോഡ് പണിക്ക് വേണ്ടി ഇവിടുത്തെ മരം എല്ലാം വെട്ടി റോഡിന് വീതി കൂട്ടിയപ്പോഴാണ് ഈ ഒരു വാട്ടർഫാൾസ് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മൂപ്പൻ ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ടൊരു മൂപ്പനുണ്ടായിരുന്നു. ആ മൂപ്പൻ്റെ പേരിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മൂപ്പൻ ഫാൾസ് ഇതിന് പേരിട്ടേക്കുന്നത്. നല്ലൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല. കാരണം വളവിലാണ് ഈ വ്യൂ പോയിൻ്റ്. ഞാൻ കുറച്ച് റിസ്ക് എടുത്താണ് ഇവിടെ നിർത്തിയിരിക്കുന്ന വണ്ടി. നിങ്ങളാരും ഇത് അനുകരിക്കാതിരിക്കുക. ഇടുക്കിയിലെ ഏറ്റവും ഫേമസ് സ്ഥലം കേട്ടോ ചപ്പാത്ത്. മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഈ ചപ്പാത്തിനടിയിൽ കൂടെ പോകും. നമ്മുടെ പെരിയാറാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ പെരിയാറൊക്കെ നിറഞ്ഞു കവിയുമ്പോൾ ചപ്പാത്തിൻ്റെ മേളിൽ കൂടെ തന്നെ വെള്ളം കയറി ഒഴുകുന്നതാണ്. അപ്പം ഇടുക്കിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാലം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം.
അപ്പം ഞങ്ങൾ നമ്മുടെ പെരിയാറായി കാണുന്നത്. പെരിയാറിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ചെറുതായിട്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. നമ്മളുടെ വിശക്കുന്നുണ്ട്. അപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. നല്ല രസമാണ് പെരിയാറ്. കാണിച്ചു തരാം. റൈഡ് പോകുമ്പോൾ നമ്മൾ അങ്ങനെ വലിയ ഫുഡൊന്നും കഴിക്കാറില്ല. നമ്മൾ ലൈറ്റായിട്ട് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കുടിക്കാറുള്ളൂ. അത് നല്ലത്, നമുക്ക് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പെരിയാറ് കണ്ടോ, വളരെ നിഗൂഢവും നല്ല ആഴവും ആ തീവ്രതയൊക്കെ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. വലിയൊരു ആറാട്ടോ പെരിയാറ്. നിങ്ങളിപ്പോൾ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ റിസർവയറിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ ആ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം വരും. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ ഒന്നും വെള്ളമില്ല. ഇതൊരു ബണ്ടാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പാലമുണ്ട്. അങ്ങനെ വെള്ളം അങ്ങോട്ടങ്ങ് ദിക്കിലേക്ക് അങ്ങ് ദൂരെ വരെ അത്രയ്ക്കും വലുതാട്ടോ ഇടുക്കി ഡാം. നമുക്ക് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇടുക്കി ഡാം ഏറെക്കുറെ നല്ല നീളത്തിന് നല്ല വിസ്തൃതിക്ക് ഇടുക്കി ഫുള്ളും കിടക്കുന്ന ഒരു ഡാമാട്ടോ ഇടുക്കി ഡാം. അപ്പം മഴയൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം വരും. ഈ പാലത്തെ കയറിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു പ്രളയത്തിന് എങ്ങാണ്ടാണെന്ന് കയറണം. അതിന് മുന്നേ കയറിയിട്ടില്ല. പിന്നെ ഇവിടെ മണ്ണിട്ട് വെക്കും. നേരത്തെ ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി ഇച്ചിരി റോഡ് വീതി വരുത്തുക. നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം റോഡ് പണിയുന്നതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണൊക്കെ ഇട്ട് റോഡിന് വീതി കിട്ടുമോ. ചെറിയ റോഡാണ് ഇപ്പോൾ സാധാരണ ഉള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ താഴെയൊക്കെ ഇറങ്ങുമായിരുന്നു. പിന്നെ അറിയാത്ത ആൾക്കാർ ഇവിടെ നിന്നൊന്നും ഇറങ്ങരുത്, കാരണം ആഴമൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ സൈഡിൽ പോയി കാണുകയൊക്കെ ചെയ്യത്തുള്ളൂ. പിന്നെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോവുക. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് നരിയമ്പാറ എത്തി. ഞങ്ങൾ സാധാരണ റൈഡ് വരുമ്പോൾ നരിയമ്പാറ ഒരു കടയുണ്ട്. അവിടുത്തെ പൊറോട്ടയും ബീഫും നല്ല അടിപൊളി കോമ്പോയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. റോഡ് പണി എനിക്ക് തോന്നുന്നത് ചപ്പാത്ത് വരെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയി. അവിടെ നിന്നുള്ള റോഡ് പണി ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും റോഡ് ചെറുതാണ്. പിന്നെ പാലങ്ങളും അതുപോലെ കലിങ്ങൊക്കെ പണിയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം വണ്ടി കുറച്ച് സ്ലോ ആയി. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ചെറിയൊരു തണുപ്പും നല്ല ആകാശവും. എനിക്കിന്ന് കുട്ടിക്കാനം വരെ ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കട്ടപ്പനയൊക്കെ എത്താറായപ്പോൾ മഴ കംപ്ലീറ്റ്ലി പോയെന്ന് തന്നെ പറയാം. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് ആ ഒരു മലയൊക്കെ ചുറ്റും ഫീൽ ചെയ്യുമ്പോൾ ആ ഇടുക്കിയിലെ ആ ഒരു വൈബിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമ്മൾ കട്ടപ്പന ടൗണിൽ വന്നു. കട്ടപ്പന ടൗണിൽ വരുമ്പോഴേക്ക് ഏറ്റവും ഹൈലൈറ്റ് അവിടുത്തെ തിയേറ്ററാണ്. ഈ ഒരു തിയേറ്റർ ഉണ്ട്. അതിൻ്റെ തിയേറ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനിവിടെ വന്ന് സിനിമയൊക്കെ കണ്ടു, കുഞ്ഞാലിമാരക്കാരെ കണ്ടിട്ടുള്ള. ഞാൻ ആ മൂന്നാറിൽ ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടി സർവീസ്, കൂട്ടുകാരൻ്റെ കാർ സർവീസ് കൊടുക്കാൻ വേണ്ടി മാരുതിയുടെ ഷോറൂം കട്ടപ്പനയുള്ളൂ. അപ്പോൾ കട്ടപ്പന നമ്മൾ വന്ന സമയത്ത് ഇവിടെ കയറി കുഞ്ഞാലിമാരക്കാരെ കണ്ട. പിന്നെ ഇടുക്കി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റ് ഉണ്ട്. മഴയൊന്നുമില്ല കണ്ട. ഈ ആകാശമൊക്കെ ഇതുപോലെ നിൽക്കുന്ന നല്ല ക്ലൈമറ്റ്, നല്ല ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴും നല്ല നല്ല സ്പെഷ്യലായിരിക്കും. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്. ഇതാണ് ഇടുക്കി കവല എന്ന് പറഞ്ഞ കട്ടപ്പനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. കാരണം ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നോക്കി നമ്മൾ പൈനാവും ഇടുക്കി ഡാമും പിന്നെ നമുക്ക് തൊടുപുഴയ്ക്കൊക്കെ പോകാൻ പറ്റും. എറണാകുളം, ഇപ്പോൾ കട്ടപ്പനക്കാർ എറണാകുളം പോകുന്ന ഈ റൂട്ടാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും റോഡ് നെടുങ്കണ്ടം പുളിയമ്മലക്കൊക്കെ പോകുന്ന വഴിയാണ്. കട്ടപ്പനക്കാർ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കട്ടപ്പന എല്ലാം കിട്ടും. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കട്ടപ്പനയുണ്ട്. ഇടുക്കിക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അതും അഫോർഡബിളായിട്ടുള്ള പ്രൈസിന് അവർക്ക് വേണ്ടപ്പെട്ട രീതിക്ക് കട്ടപ്പന കിട്ടും. അതുകൊണ്ട് തന്നെ കട്ടപ്പന അവർക്കൊരു എന്താ പറയുക, ഇടുക്കിയുടെ ഹൃദയം എന്ന് വേണം നമുക്ക് കട്ടപ്പനയെ പറയാം. അതുകൊണ്ട് തന്നെ കാരണം ഇടുക്കി പറയുന്ന സ്ഥലം നമുക്ക് പൈനാഭാഗത്താണെങ്കിലും ഇടുക്കിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കട്ടപ്പനയിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ വളരെ ചീപ്പാണ് ഇവിടെ. ഡ്രസ്സ്, വണ്ടിയുടെ സ്പെയർ പാർട്സ്, അതുപോലെ ഫുഡ് ഐറ്റംസ്, പച്ചക്കറി. കാര്യം
ഇടുക്കിയും തമിഴ്നാടോട് എടുത്തെടുക്കുന്നത് തന്നെ സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ചീപ്പാണ് എല്ലാ കാര്യം. പിന്നെ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ പണ്ട് തമന്ന ഇവിടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി 2013 വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര തമന്ന ഫാനാണ്. അപ്പോൾ ഞാൻ തമനെ കാണാൻ വേണ്ടി അന്ന് ചെറുപ്പത്തിൽ വണ്ടിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഓർമ്മ കൂടെ എനിക്കുണ്ട് കേട്ടോ കട്ടപ്പനയെക്കുറിച്ച്. ഇതാണ് കട്ടപ്പനയിലെ സെൻട്രൽ ജംഗ്ഷൻ. ഇവിടെ നേരെ താഴോട്ട് വെച്ചാൽ നമുക്ക് നേരെ നെടുങ്കണ്ടം പോകാം. നമ്മൾ ആ റൂട്ടാണ് പോകുന്നത്. കാര്യം നമുക്ക് ആ റൂട്ടാണ് പോകേണ്ടത്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കട്ടപ്പനയിൽ മലയാളികളാണെങ്കിൽ ഇന്ന് കട്ടപ്പന മലയാളികളില്ലേ മൊത്തം ബായിമാരാണ്. നിങ്ങൾ കണ്ടോ, ഈ കട്ടപ്പനയിൽ ബായിമാരല്ലാതെ ആരില്ല. കാര്യം ഇവിടെ ഏലത്തിന് പണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് തൊഴിലാളികളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തൊഴിലാളികൾക്ക് അവർക്ക് തന്നെ അവിടുന്ന് നല്ല ജോലിയൊക്കെ കിട്ടും, പൈസയൊക്കെ കിട്ടുന്നുണ്ട്, അവർ കുറഞ്ഞ് വരവ്. അതുകൊണ്ട് തന്നെ ബായിമാർ പല സ്ഥലത്തും ബംഗാൾ, ബീഹാർ, ആസാമിൽ നിന്നൊക്കെ ബായിമാരാണ് ഇവിടെ മൊത്തം തോട്ടം മേഖലയിലും അവരാണിപ്പോൾ പണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞാൽ മലയാളികളെ കട്ടപ്പന കാണാൻ പറ്റത്തില്ല, മൊത്തം തമിഴ്ക്കാരായിരിക്കും. ഇപ്പോൾ നമ്മൾ പുളിയമ്മല വന്നിട്ടുണ്ട് കേട്ടോ. പുളിയമ്മലയിൽ നിന്ന് ഈ റോഡ് 2ആയിട്ട് തിരിവാണ്. നമുക്ക് ഈ പാമ്പാടുംപാറ വഴി നമുക്ക് പോകാം, ഈ താഴെ കൂടെ തൂക്കുവാലം വഴി നമുക്ക് ഇടുക്കിയിൽ മൂന്നാറിൽ എല്ലായിടത്തും പോകാം. പക്ഷേ എനിക്കിഷ്ടം ഈ തൂക്കുവാലം വഴിയാണ്. കാരണം തൂക്കുവാലം റൂട്ടാകുമ്പോൾ മൊത്തം ഇറക്കമാണ്. അതാകുമ്പോൾ നമുക്ക് പെട്രോൾ അധികം ചിലവാകത്തില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ പാമ്പാടുംപാറ വഴിയേ വരത്തുള്ളൂ. കാരണം തിരിച്ചു വരുമ്പോൾ ആ കയറ്റം നമ്മൾ കയറണ്ട. അതുകൊണ്ട് ഞാൻ അപ്പുറം വഴിയാണ് പോകുന്നത്. 2 വഴി കൂടെ നമുക്ക് ചെല്ലാം കേട്ടോ. പിന്നെ ഇച്ചിരി കൂടെ സ്പീഡിൽ ചെല്ലും. ഞാൻ പറയാം ഇറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെല്ലും. നല്ല രസമാണ് ഈ റോഡ്. കാരണം 2 സൈഡിലും ഏലവും നല്ല തണുപ്പും നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ പക്കയാണ്. മഴ പെയ്താൽ ഭയങ്കര ശോഭമാണ്. ഇതാണ് കുരുവിക്കാനത്തെ വിൻഡ് മിൽസ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാലഗ്രാമിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ഇത്രയും ദൂരെ ഒരു 10-15 കിലോമീറ്ററുള്ള ലെങ്തുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്ന അറിയത്തില്ല. ആ മലയുടെ മുകളിൽ കാറ്റാടിപ്പാടമുണ്ട്. ഫ്രണ്ട്സ്, അവസാനം നമ്മൾ ഷർണയുടെ വീടിൻ്റെ അവിടെ എത്തി. ഗൈസ്, ഇനി കണ്ടറിയാം വെടിക്കെട്ട് മലയാണ്, ചുറ്റും മലയാണ്. അപ്പം നമ്മളിത് ഷർണയുടെ വീടിൻ്റെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഗൈസ്, മൊത്തം മടുത്ത് അവശനായിപ്പോയി. 4.5 മണിക്കൂർ എടുത്ത്. അപ്പം അത്യാവശ്യം സ്പീഡിലാണ് വന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മളിത്ര വീഡിയോ ഒക്കെ എടുത്ത് വന്നുകൊണ്ടായിരിക്കും എത്ര സമയം എടുത്തത്. അല്ലെങ്കിൽ എത്ര ഒന്നും എടുക്കത്തില്ല. ഒരു 4 മണിക്കൂറാണ് ഞാൻ നോർമലി ഒന്ന് സ്പീഡ്. നമ്മുടെ വണ്ടി ചെറുക്കനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ ഓടി. പൊളിയാ കേട്ടോ. പൾസർ 180 സൂപ്പറാണ്. ഇപ്പം എല്ലാവരും പറഞ്ഞാൽ ഈ വണ്ടിക്ക് അവിയലും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതെത്ര എൻ്റെ വണ്ടി ഇപ്പോൾ 1,60,000 കിലോമീറ്ററായി. ഞാൻ വണ്ടി കൊടുക്കാത്ത എന്നെ കിട്ടാൻ വേണ്ടി 20 ഓടിയ വണ്ടിയായി. ഞാൻ എൻ്റെ ഇരുന്ന് തന്നെ ബാക്കി എത്ര ഓടിയ. ഒരു വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ശാസ്ത്രയുടെ വീട്ടിലോട്ട് ഇറങ്ങി പൊക്കോണ്ടിരിക്കണം. മൊത്തം ഏലത്തോട്ടം കേട്ടോ. ഏലത്തോട്ടമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കിടുക്കാച്ച് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും കാണുക. അപ്പം ഞാൻ നിർത്തുകയാണ്. ശരണയുടെ വീടെത്തി. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം അവസാനിപ്പിക്കുകയാണ്. അപ്പം എൻ്റെ ചാനൽ ഇനിയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷർണയ്ക്ക് എന്തായാലും ഇന്നൊരു റൈഡ് ഇഷ്ടപ്പെട്ടു. കാരണം അവൾ അവസാനം വീട്ടിൽ എത്തിച്ചേർന്നു. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത്. ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്.